CMA റിപ്പീറ്റേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനീസ് ആക്ടിലെ പ്രിവെൻഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻ്റ് ആണ്. 1.9 മൊഡ്യൂളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കുറച്ച് സെക്ഷനുള്ളൊരു ചാപ്റ്ററാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഫസ്റ്റ് ഒന്ന് തുടങ്ങാം. മെജോറിറ്റി റൂൾ ഇൻ കമ്പനി. ഇനി എല്ലാ കമ്പനിയിലും ഇപ്പോൾ മെമ്പേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും മെജോറിറ്റി ഡിസിഷൻ എന്താണ് അതായിരിക്കും എന്ത് ചെയ്യുക, പാസ്സാവുക. ജനറൽ മീറ്റിങ്ങിൽ മെജോറിറ്റി എന്താണോ അതായിരിക്കും പാസ്സാവുക. ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ബോർഡ് റെസൊല്യൂഷൻ മെജോറിറ്റി എന്താണോ അതായിരിക്കും പാസ്സാവുക. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. ഡിസിഷൻ ഓഫ് കമ്പനി വിൽ ബി ടേക്കൺ ബൈ മെജോറിറ്റി. റെസൊല്യൂഷൻ ബൈ പാസ്ഡ് ബൈ മെജോറിറ്റി വിൽ ബി ബൈൻഡിങ് ഓൺ മൈനോറിറ്റി ആസ് വെൽ ആസ്. അതായത് ഈ മെജോറിറ്റി എടുക്കുന്ന തീരുമാനങ്ങളിൽ ചിലപ്പോൾ 1-2 പേർക്ക് എന്ത് ഉണ്ടാവും, അതിനോട് യോജിപ്പുണ്ടാവില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യും, ഈ മെജോറിറ്റിയുടെ ഡിസിഷൻ അവർ അംഗീകരിക്കാതെ വേറെ വഴിയില്ല. അതാണ് എന്താ പറയുക മെജോറിറ്റി റൂൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്തിലൂടെ കിടക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താ പറയുക, പ്രിവെൻഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. ഈ ഓപ്പറേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക, അതിനെതിരെയുള്ള നടപടികളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആരെങ്കിലും ഓപ്പറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ മെമ്പേഴ്സിനോ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണലിൽ അങ്ങനെ പല ഗവൺമെൻറ് ഇങ്ങനത്തെ ഇവർക്ക് എല്ലാവർക്കും എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതേമാതിരി അവരുടെ റൈറ്റ് കാര്യങ്ങൾ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യുക, ആരൊക്കെ അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ എന്താ പറയുക ട്രിബ്യൂണലിൻ്റെ അതിൻ്റെ പവർ കാര്യങ്ങൾ, പിന്നെ ക്ലാസ് ആക്ഷൻ. ഇത്രയേ ഉള്ളൂ. ഇത് ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ, വി ക്യാൻ ലെറ്റ് സ്റ്റാർട്ട് ഇറ്റ്. അപ്പോൾ അപ്ലിക്കേഷൻ ടു കോർട്ട് ഓർ ട്രിബ്യൂണൽ ഇൻ കേസ് ഓഫ് ഓപ്പറേഷൻ ഓർ മിസ്മാനേജ്മെൻറ്റ്. സെക്ഷൻ 241 പറഞ്ഞത്. അപ്ലിക്കേഷൻ ടു കോർട്ട് ഓർ ട്രിബ്യൂണൽ കേസ് ഓഫ് ഓപ്പറേഷൻ ഓർ മിസ്മാനേജ്മെൻറ്റ്. ഓപ്പറേഷനും മിസ്മാനേജ്മെൻറ്റും ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ട്രിബ്യൂണലിൽ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞത്. അപ്ലിക്കേഷൻ വിൽ ബി അക്സെപ്റ്റഡ് ബൈ ട്രിബ്യൂണൽ ഇഫ് അഫയേഴ്സ് ഓഫ് കമ്പനീസ് ഹാസ് ബീൻ കണ്ടക്റ്റഡ് പ്രിജുഡിക്കൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ്. പ്രിജുഡിക്കൽ ടു എന്ന് പറഞ്ഞാൽ ഹാംഫുൾ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എഗെയിൻസ്റ്റ് ടു പബ്ലിക് ഇൻട്രസ്റ്റ് ഓർ എഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് മേക്കിംഗ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ദ ഇൻട്രസ്റ്റ് ഓഫ് കമ്പനി. അതായത് ഏതൊക്കെ സമയത്താണ് എന്ത് ചെയ്യാൻ പറ്റുക, ട്രിബ്യൂണലിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. അതെന്ത് ചെയ്യുക, ഒന്നുകിൽ ഹാംഫുൾ ടു പബ്ലിക് ഇൻട്രസ്റ്റ് ആവുക, അല്ലെങ്കിൽ എന്താ മെമ്പേഴ്സിൻ്റെ എന്താ പറയുക മെമ്പേഴ്സിനെ ഹാംഫുൾ ആവുന്ന, അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആവുക, അല്ലെങ്കിൽ എന്ത് കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആവുക, അല്ലെങ്കിൽ കമ്പനിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണലിനെ സമീപിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞത്. മെറ്റീരിയൽ ചേഞ്ച് ഇൻ കമ്പനി ഹാസ് എഫക്റ്റഡ് ദ മെമ്പേഴ്സ് ഓഫ് കമ്പനി പ്രിജുഡിക്കൽ. അതായത് സപ്പോസ് കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് മാറി, അപ്പോൾ അവരെടുക്കുന്ന ഡിസിഷൻസ് മെമ്പേഴ്സിൽ എന്താ പറയുക കുറച്ച് പേർക്കെതിരെ ആയി വരുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഈ ട്രിബ്യൂണലിന് എന്ത് ചെയ്യാൻ പറ്റും, സമീപിക്കാൻ പറ്റും എന്നാണ് സെക്ഷൻ 241 പറഞ്ഞത്. നമുക്കൊന്നുകൂടി നോക്കാം. അപ്ലിക്കേഷൻ വിൽ ബി അക്സെപ്റ്റഡ് ബൈ ട്രിബ്യൂണൽ ഇഫ് അഫയേഴ്സ് ഓഫ് കമ്പനി ഈസ് ഹാസ് ബീൻ കണ്ടക്റ്റഡ് prejudicial to public interest, prejudicial to interest of members making application, അതേമാതിരി prejudicial to interest of company. Material change in company's management has affected the members or company prejudicial. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തിലോട്ട് പോവാം. റൈറ്റ് ടു അപ്ലൈ ടു ട്രിബ്യൂണൽ. ഓക്കെ, ഇവിടെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആർക്കൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് സെക്ഷൻ 244 പറയുന്നത്. റൈറ്റ് ടു അപ്ലൈ ട്രിബ്യൂണൽ. സെക്ഷൻ 244. അപ്ലിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ മെമ്പേഴ്സ് അപ്ലിക്കേഷൻ ചെയ്യുക, ഓർ കമ്പനിക്കും പറ്റും. കമ്പനി ഹാവ് ഷെയർ ക്യാപിറ്റൽ. Company have share capital ആണെങ്കിൽ 100 members or 10% of total members or member holding 10% of issued capital. ഒന്നെങ്കിൽ 100 മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും,
അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അല്ലാതെ 10% ടോട്ടൽ മെമ്പേഴ്സ്, അതായത് മൊത്തമായുള്ള മെമ്പേഴ്സിൻ്റെ 10% വരുന്ന മെമ്പേഴ്സ് എന്ത് ചെയ്യുക, കൂട്ടമായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ മെമ്പർ ഓർ മെമ്പേഴ്സ് ഹോൾഡിങ് 10% ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഒരു മെമ്പറോ അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ളൊരു മെമ്പറോ 10% ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണലിനെ സമീപിക്കാൻ പറ്റും. വിച്ച് എവർ ഈസ് ലോവർ, ഇതിൽ ഏതാണ് ലോവർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണൽ സമീപിക്കുക എന്നാണ് പറഞ്ഞത്. കമ്പനി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ഇല്ലാതെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ 1/5 ഓഫ് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/5 എന്ത് ചെയ്യാൻ പറ്റും, 1/5 ട്രിബ്യൂണലിനെ സമീപിക്കാം എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ കമ്പനിക്കും പറ്റും എന്നാണ് അവിടെ പറഞ്ഞത്. നമുക്ക് ഒന്നുകൂടി നോക്കാം ആർക്കൊക്കെയാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക എന്നാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ മെമ്പേഴ്സിന് കൊടുക്കുക, അല്ലെങ്കിൽ കമ്പനിക്ക് കൊടുക്കുക. ഇനി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ 100 members or 10% of total members or member holding 10% of issued capital, അല്ലെങ്കിൽ അതായത് 100 മെമ്പേഴ്സോ അല്ലെങ്കിൽ 10% ഓഫ് ടോട്ടൽ മെമ്പേഴ്സിന് 10% മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഹോൾഡ് 10% ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന 10% മെമ്പർക്കോ അല്ലെങ്കിൽ മെമ്പേഴ്സിനോ കൂടി എന്ത് ചെയ്യാൻ പറ്റും, അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. വിച്ച് എവർ ഇസ് ലോവർ. ഇനി ഷെയർ ക്യാപിറ്റൽ, അതായത് കമ്പനി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ 1/5 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്. അടുത്തോട് പറയാം പവർ ഓഫ് ട്രിബ്യൂണൽ ടു പാസ് ഓർഡർ. അങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യും, അതിൻ്റെ ആക്ഷൻസ് എടുക്കും. അതിനെ പറ്റിയാണ് അവർ ഓർഡർ പാസ് ചെയ്യും, അതിനെ പറ്റിയാണ് പറഞ്ഞത്. സെക്ഷൻ 242 അത് പറയുന്നത്. അഫയേഴ്സ് ഓഫ് കമ്പനി ഈസ് കണ്ടക്റ്റഡ് പ്രൊഡ്യൂസർ ടു ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി മെമ്പേഴ്സ് ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. അതായത് ട്രിബ്യൂണൽ എപ്പോഴാണ് ഓർഡർ പാസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ, അതായത് കമ്പനി എന്ത് ചെയ്യുക, മെമ്പേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക്കിന് അല്ലെങ്കിൽ കമ്പനിക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യേണ്ടതെന്ന് ട്രിബ്യൂണൽ തോന്നിക്കഴിഞ്ഞാൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യും, ഓർഡർ പാസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ വൈൻഡിങ് ഓഫ് കമ്പനി വിൽ പ്രൊഡ്യൂസർ ടു ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. അതായത് കമ്പനി എന്ത് ചെയ്യുക, വൈൻഡ് അപ്പ് ചെയ്യുക, അത് മെമ്പേഴ്സിനെതിരായി വരുമ്പോൾ അപ്പോഴും എന്താവും, ട്രിബ്യൂണൽ ഓർഡർ പാസ് ചെയ്യും. അതായത് ഇപ്പോൾ സപ്പോസ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് മാറി പുതിയ മാനേജ്മെൻറ്റ് വന്നു. ഈ പുതിയ മാനേജ്മെൻറ്റ് കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെതിരായി കഴിഞ്ഞാൽ അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണൽ ഓർഡർ പാസ് ചെയ്യും. സെക്ഷൻ 242 സെക്ഷൻ പറഞ്ഞത്. ഇനി എന്തൊക്കെ ഓർഡറുകളാണ് ഈ ട്രിബ്യൂണൽ പാസ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. അതായത് പവർ ഓഫ് ട്രിബ്യൂണൽ ടു ഓർഡർ പാസ് ചെയ്യാനുള്ള എന്തൊക്കെ നമുക്ക് നോക്കാം. റെഗുലേഷൻ ഓഫ് അഫയേഴ്സ് ഓഫ് കമ്പനി ഇൻ ഫ്യൂച്ചർ, അതായത് കമ്പനിയുടെ അഫയേഴ്സ്, ഇൻറ്റേർണൽ അഫയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ ട്രിബ്യൂണലിന് പറ്റും. പർച്ചേസ് ഓഫ് ഷെയർസ് ഓഫ് മെമ്പേഴ്സ് ഷെയർ പർച്ചേസ് ചെയ്യുന്നത് അതിനെതിരായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണലിൽ ഓർഡർ പാസ് ചെയ്യാൻ പറ്റും. റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, റെസ്ട്രിക്ഷൻ ഓൺ ഇഷ്യൂ ഓർ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, ഇഷ്യൂ ചെയ്യുന്ന അലോട്ട്മെൻറ്റ് ചെയ്യുന്നതിനൊക്കെ എന്ത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. ടെർമിനേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് അഗ്രിമെൻറ്റ് വിത്ത് എനി പേഴ്സൺ, അതായത് കരാറുകൾ ഇതിന് മുമ്പ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനും അതിൽ മോഡിഫൈ ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണലിന് ഓർഡർ പാസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞത്. ക്യാൻസലേഷൻ ഓഫ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യുക, സറണ്ടർ ചെയ്യുക, ക്യാൻസലേഷൻ ചെയ്യുക. ഒന്നുകൂടി നോക്കാം. ഓർഡർ വിച്ച് ക്യാൻ പാസ്ഡ് ബൈ ട്രിബ്യൂണൽ, റെഗുലേഷൻ ഓഫ് അഫയേഴ്സ് ഓഫ് കമ്പനി ഇൻ ഫ്യൂച്ചർ, പർച്ചേസ് ഓഫ് ഷെയർസ് ബൈ മെമ്പേഴ്സ്, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, restrictions on issue or allotment of shares, termination or modification agreement with any person, cancellation or surrender of shares. നെക്സ്റ്റ് നോക്കാം. കോൺസിക്വൻസ് ഓഫ് ഓർഡർ പാസ്ഡ് ബൈ ട്രിബ്യൂണൽ, സെക്ഷൻ 243 പറഞ്ഞത്. അതായത് ഇങ്ങനെ ഈ ട്രിബ്യൂണൽ ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭവിഷ്യത്തുക്കളെ പറ്റിയൊക്കെയാണ് പറയുന്നത്, ആർക്കൊക്കെ പണി കിട്ടും എന്നൊക്കെയാണ് കാര്യങ്ങളിവിടെ പറഞ്ഞത്. അതിന് ഒന്നാമത് വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടർ, അതായത് എന്ത് ചെയ്യുക, ട്രിബ്യൂണൽ അങ്ങനെ ഓർഡർ പാസ് ചെയ്ത് ഓഫീസ് ഓഫ് ഡയറക്ടർ വെക്കേറ്റ് ചെയ്യാനാണെങ്കിൽ ചെയ്യേണ്ടി വരും അയാൾ. അതാണ് ഇവിടെ പറഞ്ഞത്, വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടർ. പിന്നെ നോ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസ് ഷാൾ ബി പെയ്ഡ്, അതായത് ഇങ്ങനെ വെക്കേറ്റ് ചെയ്യുന്ന എന്താ പറയുക ഡയറക്ടർക്ക്
എന്ത് ചെയ്യില്ല, അയാൾ ഓഫീസിൽ പോയിന് അയാൾക്കൊരു കോമ്പൻസേഷൻ കിട്ടില്ല, ഒന്നും കിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ എന്താ പറയുക, ഡയറക്ടേഴ്സ് റൊട്ടേഷനായിട്ട് അല്ലാതൊക്കെ ആയിട്ട് ഇത് ഓഫീസ് വെക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിന് ലോസ് ചിലപ്പോൾ കിട്ടും. പക്ഷെ ഇവിടെ ഒന്നും കിട്ടില്ല. കാരണം ട്രിബ്യൂണൽ ഓർഡർ പാസ് ചെയ്തത് സെക്ഷൻ 243 പ്രകാരമാണെങ്കിൽ ഒരു കോമ്പൻസേഷൻ കിട്ടില്ല. നോ സിമിലർ അപ്പോയിൻമെൻറ്റ് ഫോർ 5 years വിത്തൗട്ട് അപ്രൂവൽ ഓഫ് ട്രിബ്യൂണൽ. അതായത് ഇനി 5 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് എവിടെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇനി 5 വർഷത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണലിൻ്റെ അനുമതി വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻ, അതായത് ആരെങ്കിലും ഇതിൽ കോൺട്രവെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പെനാൽറ്റി എന്ത് ചെയ്യേണ്ടി കൊടുക്കേണ്ടി വരും എന്നാണ് ഇവിടെ പറഞ്ഞത്. ട്രിബ്യൂണൽ അതിനും അധികാരമുണ്ട്. ഇനി അടുത്ത് ക്ലാസ് ആക്ഷൻ സെക്ഷൻ 245 പറഞ്ഞത്. ഇതിൻ്റെ മുമ്പത്തൊന്നുകൂടി നോക്കാം. കോൺസിക്വൻസ് ഓഫ് ഓർഡർ പാസ്ഡ് ബൈ ട്രിബ്യൂണൽ സെക്ഷൻ 243 to 143. ഒന്നാമത്തെ പോയിന്റ് വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടർ. രണ്ടാമത്തെ പോയിന്റ് നോ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസ് ഷാൾ ബി പെയ്ഡ്. അങ്ങനെ ഡയറക്ടർ ഓഫീസ് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇതിന് കോമ്പൻസേഷൻ കിട്ടില്ല. നോ സിമിലർ അപ്പോയിൻമെൻറ്റ് ഫോർ 5 years വിത്തൗട്ട് അപ്രൂവൽ ഓഫ് ട്രിബ്യൂണൽ. 5 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ന്യൂ അപ്പോയിൻമെൻ്റ് ഒന്നും പറ്റില്ല. മാത്രമല്ല ഈ 5 വർഷത്തിന് അയാൾ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രിബ്യൂണലിൻ്റെ അനുമതി വേണം. പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻ, പിന്നെ പെനാൽറ്റി. നെക്സ്റ്റ് നോക്കാം. ക്ലാസ് ആക്ഷൻ സെക്ഷൻ 245. Members or depositors can apply to tribunal if affairs of company prejudicial to their interest. അതായത് ഇവിടെ മെമ്പേഴ്സിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെയോ ഇൻട്രസ്റ്റിന് എതിരായി കമ്പനിയുടെ അഫയേഴ്സ് ഓഫ് കമ്പനി ആയി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണൽ സമീപിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ക്ലാസ് ആക്ഷൻ ക്യാൻ അപ്ലൈ ടു ട്രിബ്യൂണൽ. മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, സമീപിക്കുക ട്രിബ്യൂണലിനെ. അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സിന് എന്ത് ചെയ്യും, ക്ലാസ് ആക്ഷൻ വഴി സെക്ഷൻ 245 വഴി എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണലിനെ സമീപിക്കാൻ പറ്റും എന്നാണ് അവിടെ പറഞ്ഞത്. ഇനി മെമ്പേഴ്സിൻ്റെ കാര്യം നോക്കാം. കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, കമ്പനി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനി ആണെന്നുണ്ടെങ്കിൽ 1/5 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്. ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 5% എന്ത് ചെയ്യാൻ മതി, ട്രിബ്യൂണൽ സമീപിച്ചാൽ മതി. കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 100 മെമ്പേഴ്സ് അല്ലെങ്കിൽ 5% ഓഫ് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 5%, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഹോൾഡിംഗ്, സിംഗിളായിട്ടുള്ളൊരു മെമ്പറോ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ കൂട്ടമായിട്ടോ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 5% ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ, അല്ല ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 2% ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ, വിച്ച് എവർ ഈസ് ലോവർ. അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണലിനെ സമീപിക്കാൻ പറ്റും. വിച്ച് എവർ ഈസ് ലോവർ, എന്നെങ്കിൽ 100 മെമ്പേഴ്സ്, 5% ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്, മെമ്പർ ഓർ മെമ്പേഴ്സ് ഹോൾഡിംഗ് 5% ഓഫ് ഇഷ്യൂ ക്യാപിറ്റൽ ഫോർ അൺലിസ്റ്റഡ് കമ്പനി ആൻഡ് 2% ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഫോർ ലിസ്റ്റഡ് കമ്പനി. അതിന് കമ്പനി ഹാവ് നോട്ട് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ 1/5 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്. ഇവർക്ക് എന്ത് ചെയ്യാം, ട്രിബ്യൂണലിനെ ക്ലാസ് ആക്ഷനുമായി സെക്ഷൻ 245 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണലിനെ സമീപിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സിനും പറ്റുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സിന് പറയാം, ഒന്നെങ്കിൽ 100 ഡെപ്പോസിറ്റേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ 5% ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റേഴ്സ്. അതും അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സ് ടു ഹൂം 5% ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ആർ ഓൺഡ്. അതായത് ഒന്നെങ്കിൽ 100 ഡെപ്പോസിറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണൽ സമീപിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 5% ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റേഴ്സ്, അതായത് ടോട്ടൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ 5% പറ്റും. 5% എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണൽ സമീപിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽസ് ഹോം 5% ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റേഴ്സ് ഓൺ, അതായത് ടോട്ടലായിട്ടുള്ള ഡെപ്പോസിറ്റിലെ 5% ഓൺ ചെയ്യുന്ന ഡെപ്പോസിറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റർ ഓർ ഡെപ്പോസിറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ട്രിബ്യൂണൽ സമീപിക്കാൻ പറ്റും. വിച്ച് എവർ ഇസ് ലെസ്. ഞാൻ അടുത്ത പോയിന്റ് നോക്കാം. അപ്ലിക്കബിലിറ്റി ഓഫ് സർട്ടൻ പ്രൊവിഷൻസ് സെക്ഷൻ 246 എന്ന് പറഞ്ഞ്. അതായത് ഈ 244 മുതൽ 245 വരെയുള്ള ഇതിലെന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും പ്രൊവിഷൻസിൽ എന്തെങ്കിലും കോൺട്രവെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ പ്രൊവിഷൻ ആസ് പെർ സെക്ഷൻ 337 ആൻഡ്
347 ഓഫ് കമ്പനീസ് ആക്ടിൻ്റെ പെനാൽറ്റി കിട്ടും എന്നാണ് പറഞ്ഞത്. മൂട്ടേജ് ആൻഡ് മൂട്ടാൻഡിയസ് ഇത്രേ ഉള്ളൂ. ഇത് കൂടുതലായിട്ടൊന്നുമില്ല, ചെറിയ പാടാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടി മറ്റേ ഫോഴ്സ് ആൻഡ് ഹാർബോട്ടിൻ്റെ ഒരു കേസ് ഉണ്ട്, അത് നോക്കണം. അതെന്താ വെച്ചാൽ ഇപ്പോൾ കമ്പനിയിലെ ഡയറക്ടേഴ്സ് എന്തെങ്കിലും ഫണ്ട് മറിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെമ്പേഴ്സിന് ട്രിബ്യൂണലിനെ സമീപിക്കാൻ പറ്റും. മെജോറിറ്റി മെമ്പേഴ്സിന് ട്രിബ്യൂണലിനെ സമീപിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ സമീപിച്ചാൽ അത് കോടതി എടുക്കില്ല. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു SR പാസ് ചെയ്ത് ഡയറക്ടേഴ്സിനെ മാറ്റാൻ പറ്റും. പക്ഷേ ഇനി മൈനോറിറ്റി മെമ്പേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ സമീപിക്കാൻ പറ്റും. എപ്പോൾ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ മെമ്പേഴ്സിൻ്റെ എന്താ പറയുക, ഈ മൈനോറിറ്റി മെമ്പേഴ്സ് 1-2 മെമ്പേഴ്സ് കൊണ്ട് എന്ത് ചെയ്യും, ട്രിബ്യൂണൽ സമീപിച്ചാൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. എപ്പോൾ എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന് അൾട്രാ വയലൻസ് ഓർ ഇല്ലീഗൽ ആക്ട്, രണ്ടാമത് ഫ്രോഡ് ഓൺ മൈനോറിറ്റി, മൂന്നാമത് റോങ് ഡ്യൂസ് ഇൻ കൺട്രോൾ. അതായത് കൺട്രോൾ ചെയ്യുന്നത് പ്രശ്നക്കാരാണെങ്കിൽ അപ്പോഴെന്ത് ചെയ്യും, ട്രിബ്യൂണൽ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷ്യറി റൈറ്റ് ഓർ ഡ്യൂട്ടീസ്, പിന്നെ ഇൻഫേജ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ്, അവകാശങ്ങൾ ഹനിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ കേസിലൊക്കെ ആണെങ്കിൽ മൈനോറിറ്റി മെമ്പേഴ്സ് എന്ത് ചെയ്യും, ട്രിബ്യൂണൽ സമീപിച്ചാലും അവരെന്ത് ചെയ്യും, എടുക്കും. അതാണ് ഹാർബോട്ടിൽ ഓർ ഫോഴ്സ് കേസ്. അപ്പോൾ ഇത് ഇത്രയും ചെറിയ ചാപ്റ്ററാണ്, കുറഞ്ഞ സെക്ഷൻസേ ഉള്ളൂ. പക്ഷേ ഇന്ന് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ താങ്ക് യു എവരി വൺ, താങ്ക് യു.